അതെ, ഇതൊരു സാധാരണ ഇയർഫോൺ അല്ല. അതുകൊണ്ട് തന്നെയാണ് വയേർഡ് ഇയർഫോൺ ആയിട്ടും വോളിയം വരെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടും ഇതേപോലത്തെ വേറെ ഒരുപാട് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ വേറെ ഒരുപാട് ഇയർഫോൺസ് ഉണ്ടായിട്ടും ഒരു സ്പെഷ്യൽ ആയിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ഹെഡ്ഫോണിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ രണ്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, നിങ്ങൾക്ക് ഈ DJ ഹെഡ്ഫോൺസ് എന്താണെന്നുള്ളതും മറ്റുള്ള ഹെഡ്ഫോൺസിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിൽ ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതും എത്രത്തോളം ഇതുകൊണ്ട് യൂസേജ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ബിൽഡ് ക്വാളിറ്റിയും അങ്ങനെയുള്ള എല്ലാ പ്രത്യേകതകളുള്ള ഈ ഒരു മോഡലിനെ കുറിച്ച് അറിയാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹലോ ദിസ് ഇസ് ഫവാസ്, യു വാച്ചിങ് അഡോബിക്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങിയ സ്ഥിതിക്ക് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ഒറ്റ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് DJ ഹെഡ്ഫോൺസ്, സ്റ്റുഡിയോ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ മിക്സഡ് ഹെഡ്ഫോൺസ്, ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, പ്രോഡക്റ്റ് നമുക്ക് ഇതേപോലെ ഒരു ബോക്സിലാണ് ലഭിക്കുന്നത്. OneOdio എന്ന ബ്രാൻഡിൻ്റെ ഫ്യൂഷൻ A71 എന്ന് പറഞ്ഞുള്ള DJ ഹെഡ്ഫോൺ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്യാരി പൗച്ചിലാണ് ഹെഡ്ഫോൺ ലഭിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതിനുശേഷം പൗച്ചിന്റെ ഉള്ളിലായിട്ട് നമുക്ക് A71 എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡ്ഫോൺ ആണ് കിട്ടുന്നത്. 6.35mm ആൻഡ് 3.5mm ഒരു സോക്കറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് 3.5mm ഒരു കേബിളും കൂടെ ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ സാധാരണ എല്ലാത്തിനും കിട്ടുന്ന പോലെ തന്നെ യൂസർ മാനുവലും ആണ് കിട്ടുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് ലഭിക്കുന്നത്. 2199 രൂപയാണ് നിലവിൽ ഇപ്പോൾ പ്രൈസ് വരുന്നത്. പലപ്പോഴും ഓഫേഴ്സ് ആയിട്ടും പല വേരിയേഷൻസ് ഒക്കെ വരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഏത് വർഷം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ലിങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ റെഡ് കളറും അതേപോലെ തന്നെ സിൽവർ കളറും ആണ് വരുന്നത്. ഇതിൻ്റെ കളേഴ്സ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇയർ കപ്പിൻ്റെ കളറും അതേപോലെ തന്നെ വയറിൻ്റെ കളേഴ്സൊക്കെ പല ഡിഫറൻസിൽ രണ്ട് ഡ്യുവൽ ടൂൺ ലെവലിലാണ് വരുന്നത്. ഇത് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാലും നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഒരു പാഡ് വരുന്നത് അവിടെ സൈഡിലായിട്ടൊക്കെ ഒരു സ്റ്റിച്ച് കൊടുത്ത രീതിയിൽ ഒരു റെക്സിൻ ടൈപ്പുള്ള ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ പോർട്ടബിളും ഫോൾഡബിളും ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. 90 ഡിഗ്രി വരെ പല തരത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിലൊക്കെ വെച്ചൊക്കെയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ചാൽ ഒന്നും കൂടെ കംഫർട്ട് ആയിട്ടും. മറ്റുള്ള ഹെഡ്ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തൊരു ഡിസ്റ്റർബിങ് ആയിരിക്കും. അതുതന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിലേറെ ബെറ്റർ ആയിട്ട് നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുവെടുക്കാൻ വേണ്ടി ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു ഹെഡ്ഫോൺ കൊണ്ട് നടക്കുന്ന രീതിയിലായിരിക്കും. ചെറിയൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നമുക്ക് കൊണ്ടു നടക്കാം. യാതൊരു തരത്തിലും ഇത് ഡാമേജ് വരികയോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നതുകൊണ്ട്. പിന്നെ ഹെഡ്ഫോൺസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സാധനമാണ് കംഫർട്ട് എന്നുള്ളത്. ഈ കംഫർട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര സൗണ്ട് ക്വാളിറ്റിയും എത്ര പ്രീമിയം ക്വാളിറ്റിയും പറഞ്ഞിട്ട് കാര്യമില്ല. അതെടുത്ത് കുപ്പയിലിടാനേ തോന്നുള്ളൂ. കാരണം അത്രയും ഡിസ്റ്റർബിങ് ആയിരിക്കും. ഇതിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇയർ കപ്പിൻ്റെ ഇവിടെ ആയിട്ട് നല്ല സോഫ്റ്റ് കുഷനാണ് കൊടുത്തിട്ടുള്ളത്. വെറുതെ തള്ളി മറിക്കുകയല്ല, ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷനാണ്. അതേപോലെ തന്നെ ഇവിടെ മുകളിലായിട്ടുള്ള ഈ ഒരു പാഡിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും നമുക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇയർ കപ്പിൻ്റെ സൈസ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ചെവി ഉള്ളിൽ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. കാരണം 40mm ഡ്രൈവ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു സൈസ് ഇതിനുണ്ട്. ഇനി അഥവാ അങ്ങനെ നിങ്ങളത് ബെഡാ ചെവിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതിൽ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റിമൂവബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായിട്ടുള്ള യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വലിയ തലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവബിൾ ഹെഡ് ബാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു മെറ്റൽ മെറ്റീരിയൽ ഉള്ള ഒരു റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് നോക്കാം. ഇത് വയേർഡ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബ്ലൂടൂത്ത് ഓൺ ആക്കുക അല്ലെങ്കിൽ കണക്ടിവിറ്റി അങ്ങനെയുള്ള സംഭവം നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലഗ് ആണ്. ഏകദേശം എല്ലാ ഹെഡ്ഫോണിലും ഇതേ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയ ഒരു ഫീച്ചറാണ് ജാക്ക് ലോക്കിംഗ് സിസ്റ്റം. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഥവാ അങ്ങനെ കേബിൾസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ കേബിൾ മാത്രം മാറ്റിയാൽ മതി. കാരണം ഇത് റിമൂവബിൾ ആണ്. ഇത് ഏകദേശം അല്ലേ നിങ്ങൾക്കും താല്പര്യമുള്ള ഒരു സാധനമായിരിക്കും. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ഹെഡ്ഫോൺസിനും വന്നിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന്. രണ്ട് കേബിൾസ് ആണ്
ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് 6.35 വരുന്ന ഈ ഒരു അറ്റം കിട്ടുന്ന കേബിൾ. അത് നമ്മളിവിടെ 3.5 ഈ ഒരു ജാക്കിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് DJ, അതേപോലെ തന്നെ മിക്സർ, ഇലക്ട്രിക്കൽ ഗിറ്റാർ, കീബോർഡ്സ്, ഡ്രം, പിയാനോ എന്ന് പറഞ്ഞുള്ള ഓഡിയോ ഇൻ്റർഫേസ് വരുന്ന എല്ലാത്തിലും നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ DJ ഹെഡ്ഫോൺ എന്ന് പറയുന്നത് എന്തിനാന്നുള്ളത്. ഇങ്ങനെയുള്ള വലിയ സാധനത്തിൽ മ്യൂസിക് പരമായിട്ടുള്ള ഏകദേശം സാധനങ്ങളിലൊക്കെ ഈ ഒരു കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വേറൊരു സംഭവം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ നമുക്ക് 3.5 വരുന്ന ഈ ഒരു കേബിൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, PC അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് സാധാരണ ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഹെഡ്ഫോണിൽ നമുക്ക് മൈക്കും യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 3.5 ഈ ഒരു കേബിളിലാണ് ആ ഒരു മൈക്ക് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ നമുക്ക് പൗസ് ചെയ്യാനും പ്ലേ ചെയ്യാനും അതേപോലെ കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. സത്യം പറയാലോ, ഇതിൽ വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഇല്ല. ഞാൻ ഈ സാധനം കണക്ട് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മ്യൂസിക് കേട്ട സമയത്ത് ഇവിടേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് കൈ പോവുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണിന് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുൾ ആയ ഒരു സംഭവമായിരുന്നു. ആ ഒരു സാധനം ഇതിനില്ല. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് കാര്യമില്ല, സൗണ്ട് ക്വാളിറ്റി നന്നാവണം. അപ്പോൾ പ്രധാന ഘടകം തന്നെയാണ് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത്. 40 ലാർജ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡായിട്ട് നമുക്കിതിൽ കേൾക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ കച്ചറകളൊന്നും ഉണ്ടാവില്ല. ബാസ് ഓവറായിട്ടുണ്ടാവില്ല, ട്രബിൾ ഓവറായിട്ടുണ്ടാവില്ല. പിന്നെ ഒരുപാട് മേക്കപ്പ്, നമ്മൾ കേൾക്കുന്ന മ്യൂസിക്കിന് സാധാരണ ഹെഡ്ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് മേക്കപ്പും കുറച്ച് പുട്ടിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ആ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണോ ആ മ്യൂസിക് നിർമ്മിച്ച ആൾ ഉദ്ദേശിച്ചത്, എത്രത്തോളം ബാസാണോ നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ നിർമ്മിച്ച സമയത്ത് എന്താണോ അയാൾ കേട്ടിരുന്നത് അതായിരിക്കും നമുക്ക് കേൾക്കുക. അത്രയും പ്യുവർ ആയിട്ടുള്ള ഒറിജിനൽ സൗണ്ട് ആയിരിക്കും ഇതിൽ നമുക്ക് ലഭിക്കുക. മറ്റുള്ള ഹെഡ്ഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാണ്ട് ഞാൻ ചുമ്മാ വെറുതെ തള്ളി പൊക്കി അടിച്ച് പറയല്ല. നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും, കാരണം ഇതിനൊന്നും പൊക്കി അടിച്ച് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലൊന്ന് മ്യൂസിക് കേട്ട് നോക്കണം. നിങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ കറക്റ്റായുള്ള ഫീലൊക്കെയാണ് ആ മ്യൂസിക് കേൾക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹെഡ്ഫോൺസ് ആയിരിക്കും. അതേപോലെ തന്നെ ഗെയിമിങ് ഒക്കെ കളിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എനിമി മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായുള്ള കാര്യങ്ങൾ വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. രണ്ടാമത് ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ നിങ്ങളൊരു മ്യൂസിക്കൊക്കെ നിർമ്മിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടൊരു മ്യൂസിക് കേൾക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് റെക്കമെൻഡഡ് ആണ്. ഇതിൽ കേൾക്കുകയാണെങ്കിൽ ആ പ്യുവർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഷെയർ പോർട്ട് ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 2 പേരുണ്ട്, 2 ഹെഡ്ഫോണും നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ഫോണും ഉള്ളൂ. ആദ്യം നിങ്ങൾ ആ 6.35 ജസ്റ്റ് ഒന്ന് ആ ഒരു ജാക്ക് ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം 3.5 നേരെ മൊബൈലിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് ഹെഡ്ഫോണിൽ ഇതേപോലെ 3.5 ജാക്കറ്റ് ആ കേബിൾ യൂസ് ചെയ്തുകൊണ്ട് നേരെ ഹെഡ്ഫോൺ ടു ഹെഡ്ഫോണും കണക്ട് ചെയ്യുക. ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ മ്യൂസിക് ഒരേ സമയം കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ടെക്നോളജിയും കൂടി ഇത് കൊടുത്തിട്ടുണ്ട്. പല സമയങ്ങളിലും നമുക്കത് യൂസ്ഫുൾ ആയേക്കാം. 3.5 കേബിൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേബിളിൽ ഇൻലൈൻ മൈക്കായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടില്ല, ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോൾ സംസാരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മൗത്തിന് അടുത്താണ് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് പ്യുവർ ആയുള്ള നമ്മൾ പറയുന്നത് എന്താണോ അതിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാം ഈ ഒരു മൈക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാ ഇപ്പോൾ ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. ഞാൻ വലിയ സംഭവമായിട്ടൊന്നും വർണ്ണിക്കുന്നില്ല. ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ചെയ്യുക, നിങ്ങൾക്ക് അനുസരിച്ചുള്ള ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കണം, അതേപോലെ ഇൻലൈൻ മൈക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കമൻറ്റ് ചെയ്യുക. മാക്സിമം സൗണ്ടിൻ്റെ ലെവൽ എത്രയാണ്, ലോ ലെവൽ എത്രയാണ്, ഇതിൻ്റെ ഡെസിബിൾസ് എത്രയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് സൗണ്ടിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഹെഡ്ഫോൺ ആണോ ഓവർ ബാസും ഓവർ ഇതൊക്കെ കൂട്ടി കേൾക്കുന്നതാണോ, അതെല്ലാം നോർമലായിട്ട് ആ ഫീല് കേൾക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം അവർക്കും ചിലപ്പോൾ ഇതൊന്നും അറിയില്ല, ചിലപ്പോൾ ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇത്രയും സംഭവങ്ങളും അല്ലെങ്കിൽ ഓവർ ബാസൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. വെറുതെ പോയിട്ട് ഇതൊന്നും മേടിച്ചിട്ട് പെടണ്ടേ എന്നെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടി കുറേ അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും ഏത് വാങ്ങണമെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. പല ഓഫറുകളിലും ഈ ഒരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതുപോലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും ഒക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.